ഹജ്ജ് മാസം പിറന്നതോടെ തിരക്കിലേക്ക് നീങ്ങുകയാണ് മക്ക നഗരി. ഈ മാസം 15-നാണ് ഹജ്ജിന്റെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമം. ഇതിനു മുന്നോടിയായി ജൂൺ 14-ന് ഹാജിമാർ മിനായിലേക്ക് നീങ്ങും. ബലിപെരുന്നാൾ ഒമാൻ ഒഴികെ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ജൂൺ 16-നാണ്. കനത്ത ചൂടിലാണ് ഇത്തവണയും ഹജ്ജ് കർമ്മങ്ങൾ നടക്കാനിരിക്കുന്നത്. ഇന്നാണ് ദുൽഹജ്ജ് 1 അഥവാ ഹജ്ജ് മാസത്തിന് ഇന്ന് തുടക്കമായിരിക്കുന്നു. ഇനിയുള്ള ഓരോ ദിനവും തീർത്ഥാടകർ ഹജ്ജിലേക്കുള്ള ഒരുക്കത്തിലാകും. ദുൽഹജ്ജ് 8 അഥവാ ജൂൺ 14-ന് വെള്ളിയാഴ്ച ഹാജിമാർ മിനായിലേക്ക് നീങ്ങും. ഹജ്ജിന്റെ തുടക്കമാണ് അത്. തൊട്ടടുത്ത ദിനമായ ജൂൺ 15-നാണ് അറഫ സംഗമം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ ഹാജിമാർ അറഫയിൽ അന്ന് സംഗമിക്കും. മധ്യാഹ്നത്തിന് മുന്നോടിയായി അറഫയിലെത്തി സൂര്യാസ്തമയം വരെ അവിടെ തങ്ങിയാൽ ഹജ്ജ് ലഭിച്ചതിന് തുല്യമാണ്. ബാക്കിയുള്ളത് അനുബന്ധ കർമ്മങ്ങളായിരിക്കും. അന്ന് രാത്രി ഹാജിമാർ മുസ്തലിഫയിലും തങ്ങും. ദുൽഹജ്ജ് 10 അഥവാ ജൂൺ 16-നാണ് ബലിപെരുന്നാൾ ദിനം. ഹജ്ജിലെ ഏറ്റവും തിരക്ക് പിടിച്ച ദിനമാണത്. മുസ്തലിഫയിൽ എത്തുന്ന ഹാജിമാർ അന്ന് കല്ലേറ് കർമ്മവും തൊവാഫും ബലികർമ്മവും പൂർത്തിയാക്കി മുടി നീക്കം ചെയ്യും. ഇതോടെ ഹജ്ജിന് അർദ്ധവിരാമമാകും. തൊട്ടടുത്ത ദിനങ്ങളായ 2 ദിവസവും കല്ലേറ് കർമ്മങ്ങളായിരിക്കും ഹാജിമാർക്കുണ്ടാവുക. അത് കഴിയും വരെ ഹാജിമാർ മിനായിൽ തുടരും. ജൂൺ 19-നാണ് ഹജ്ജ് അവസാനിക്കുക. കനത്ത ചൂടിലാണ് ഇത്തവണയും ഹജ്ജ് എത്തുന്നത്. നേരിടാൻ വലിയ സന്നാഹമൊരുക്കുന്നുണ്ട് സൗദി ഭരണകൂടം. അഫ്താബുർ റഹ്മാൻ, മീഡിയ 1, റിയാദ്.